എയിംസ് BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ടൈം പീരീഡ് കഴിഞ്ഞു. ഇതുവരെ ചെയ്യാത്തവർക്ക് ഇനി ഈ വർഷം ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. ബേസിക് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുത്തിയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ഫാദറിൻ്റെ നെയിമിൻ്റെ അവിടെ മദറിൻ്റെ നെയിം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന് പകരം റൈറ്റ് തമ്പ് ഇംപ്രഷൻ, ഫോട്ടോയിൽ സിഗ്നേച്ചറും നെയിമുമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തവർ, അഡ്രസ്സിൽ മിസ്റ്റേക്ക് വരുത്തിയവർ, ഇങ്ങനെ പല രീതിയിൽ മിസ്റ്റേക്ക് വരുത്തിയ സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻസും ബാക്കി എല്ലാവരും ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത എല്ലാവരും നിങ്ങളുടെ രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ആയോ റിജക്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ടൈമാണിപ്പോൾ. അതിനുവേണ്ടി നിങ്ങൾ എയിംസിൻ്റെ സൈറ്റിൽ, അതായത് www.aimsexam.ac.in ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ കറക്ഷൻ വരുത്തുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. www.aimsexam.ac.in ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്ത എല്ലാവർക്കും ഈ സൈറ്റ് ഫെമിലിയർ ആണ്. ഈ സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ സ്റ്റാറ്റസ് നോക്കേണ്ടതും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതും എല്ലാം ഈ സൈറ്റിൽ നിന്ന് തന്നെയാണ്. ഈ സൈറ്റിൽ അക്കാഡമിക് കോഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. ഈ പേജിൽ തന്നെ BSc നഴ്സിംഗ് ഹോണർ, പോസ്റ്റ് BSc ഓർ പാരാമെഡിക്കൽ എന്നീ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഏത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. ഈ 2 ഓപ്ഷനും ഓപ്പൺ ആകുന്ന ഒരു സെയിം പേജിലേക്ക് തന്നെയാണ്. ഇങ്ങനെ ഒരു നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിൽ നിങ്ങൾ പ്രൊസീഡ് ടു ബേസിക് രജിസ്ട്രേഷൻ ഫ്രം UG കോഴ്സസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് കാണാം ന്യൂ ബേസിക് രജിസ്ട്രേഷൻ സോൺ, രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്ലോസ്ഡ്. ദാറ്റ് മീൻസ് ഇനി ആർക്കും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് ആവശ്യം നെക്സ്റ്റ് സൈഡാണ് ആപ്ലിക്കൻ്റ് ലോഗിൻ സോൺ. ആപ്ലിക്കൻ്റ് ലോഗിൻ സോണിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ID, പാസ്വേഡ്, എൻ്റർ ക്യാപ്ച ഇത് 3ഉം എൻ്റർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ഓൾറെഡി ബേസിക് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പം നെക്സ്റ്റ് പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നെക്സ്റ്റ് പേജ് ഷോ ചെയ്യാൻ സാധിക്കുകയില്ല. ആ നെക്സ്റ്റ് പേജിൽ ബേസിക് രജിസ്ട്രേഷൻ്റെ കംപ്ലീറ്റ് ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത ബേസിക് രജിസ്ട്രേഷൻ്റെ കംപ്ലീറ്റ് ഫോം. നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് ആണെങ്കിൽ അവിടെ ഗ്രീൻ കളറിൽ ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. ബേസിക് രജിസ്ട്രേഷനിൽ എന്തെങ്കിലും എറർ വരുത്തിയിട്ടുണ്ട്, അതായത് അഡ്രസ്സിൽ ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മൈനർ ചേഞ്ചസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ ഓൾറെഡി അക്സെപ്റ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ രജിസ്ട്രേഷൻ റിജക്റ്റ് ആണെങ്കിൽ അത് റെഡ് കളറിൽ കാണാൻ സാധിക്കും. യുവർ ബേസിക് രജിസ്ട്രേഷൻ ഹാസ് ബീൻ റിജക്റ്റഡ്. റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിജക്റ്റഡ് ആണെങ്കിലും നിങ്ങൾ പാനിക് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. റിജക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം അവിടെ ഡിസ്പ്ലേ ആവും. അതിൽ നിങ്ങൾ എവിടെയൊക്കെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് ആ പാർട്ടിലെല്ലാം എഡിറ്റ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നെയിമിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് നെയിം ഇടുക, അഡ്രസ്സിൽ വ്യത്യാസമുണ്ടെങ്കിൽ റൈറ്റ് അഡ്രസ്സ് ഇടുക. അതോടൊപ്പം ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന് പകരം റൈറ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇടുക. ഫോട്ടോ റിജക്റ്റ് ആയെങ്കിൽ അവർ പറയുന്ന അതേ ഫോമാറ്റിലുള്ള ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്, തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പ്രീവിയസ് വീഡിയോസിലുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ റിജക്റ്റ് ആയെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് റിജക്റ്റ് എന്ന് നിങ്ങളുടെ ഫോമിൽ കാണാം. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ രജിസ്ട്രേഷൻ വീണ്ടും വാലിഡ് ആക്കി മാറ്റാം. ഇപ്പോൾ കാണുന്നത് ബേസിക് രജിസ്ട്രേഷൻ മാത്രമാണ്. ഫൈനൽ രജിസ്ട്രേഷൻ ക്ലോസ് ആകുന്നത് മെയ് 15-ാം തീയതിയാണ്. അതിനുശേഷം മാത്രമാണ് ഫൈനൽ രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ആയോ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് എക്സാമിന് ഒരാഴ്ച മുമ്പ് മുതലായിരിക്കും. ചിലപ്പോൾ എക്സാമിന് ഒരു 10 ദിവസം മുമ്പ് മുതൽ അഡ്മിറ്റ് കാർഡ് റിലീസാകും. അഡ്മിറ്റ് കാർഡ് റിലീസായോ, അതായത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് മെയിലിലൂടെ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് വീണ്ടും നിങ്ങൾ ഈ സൈറ്റിൽ തന്നെ വരിക. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷനും ഫൈനൽ രജിസ്ട്രേഷനും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. റിജക്റ്റ് ആയാലും യാതൊരുവിധ ടെൻഷനും വേണ്ട, നമുക്കത് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.